രാവിലെ നല്ല തിരക്കിലായില്ലേ? കുറെ വർഷമായി. വീണ ജോർജ് ആണ്. വീണ ജോർജ് പഴയ സുഹൃത്താണ്. ഞങ്ങൾ ഒന്നിച്ചൊരു സ്റ്റുഡിയോയിൽ ഇരുന്ന് വാർത്ത വായിച്ച ആൾക്കാരാണ്. പക്ഷേ വീണ വളരെ ഗംഭീരമായിട്ട് പ്രവർത്തിച്ചൊരു ആരോഗ്യമന്ത്രിയായിട്ട് വീണ്ടും ജനവിധി നേടുകയാണ്. എങ്ങനെയുണ്ട് കാര്യങ്ങൾ? ആറന്മുളയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല മുൻതൂക്കമുണ്ട്. കാരണം കഴിഞ്ഞ 10 വർഷം നമ്മുടെ നിയോജക മണ്ഡലത്തിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ തന്നെ. അപ്പോൾ നമ്മൾ സഞ്ചരിക്കുന്ന ആറന്മുള നിയോജക മണ്ഡലത്തിലൂടെയാണ്. അതെ, ഇത് മലയോര ഹൈവേ ആണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും ജില്ലകളിൽ ഏറ്റവും നന്നായിട്ട് റോഡ് കാണുന്നത് ആറന്മുള, പത്തനംതിട്ടയാണ്. അപ്പോൾ നമ്മളുടെ ആറന്മുള നിയോജക മണ്ഡലം ഏറ്റവും വലിയ മണ്ഡലമാണ്. 12 പഞ്ചായത്ത്, ഒരു മുനിസിപ്പാലിറ്റി, 13 തദ്ദേശ സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ റോഡുകളുടെ നീളം തന്നെ 387 കിലോമീറ്റർ റോഡുണ്ട് നമ്മുടെ മണ്ഡലത്തിൽ. അപ്പോൾ 80 റോഡുകൾ ഉന്നത നിലവാരത്തിൽ ടാറിങ് ചെയ്തു. നമ്മുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ നല്ല മുന്നേറ്റമുണ്ടായി. ആശുപത്രികൾ, അതുപോലെ സ്കൂളുകൾ, അതുപോലെ കാർഷിക മേഖല, അങ്ങനെ സമഗ്രമായിട്ടുള്ള ഒരു സർവ്വതല സ്പർശിയായ വികസനം സാധ്യമാക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. വീണ ആദ്യം 6000 ശിഷ്ടം വോട്ടുകൾക്കാണ് 7400 ഇരട്ടിയാക്കി. 19,000 ചില്ലുവാണ്. 7,000-ന് 19,000-ലേറെ വോട്ടുകൾ. അപ്പൊ പുറത്ത് പക്ഷേ ആരോഗ്യമന്ത്രി എന്ന നിലക്ക് വലിയ ആക്ഷേപം വീണ കേൾക്കേണ്ടി വന്നു. അവസാനം ഒരു ഫിസിക്കലായിട്ട് വേദനിക്കുന്ന നിലയിലേക്ക് പോലും എത്തി. പക്ഷെ ഇപ്പോ അതിൽ കൂടുതൽ ഭൂരിപക്ഷത്തിന് ജയിക്കുന്നതാണോ വീണക്ക് തോന്നുന്നത്? അല്ലെങ്കിൽ ഇവിടെ നല്ല ശക്തമായ മത്സരമാണ്. അബിൻ വർക്കി അവരുടെ ഒരു യൂത്തിലെ പ്രധാനപ്പെട്ട നേതാവാണ്. ആറന്മുള നിയോജക മണ്ഡലത്തിൽ ഇത്തവണ ഇടതുപക്ഷം 2021-നേക്കാൾ ഭൂരിപക്ഷത്തിൽ ജയിക്കും. കാരണം ഇതിപ്പോ ആളുകൾക്ക് അനുഭവവേദ്യമാകുന്നുണ്ട്. ഇപ്പോൾ ആരോഗ്യ വകുപ്പിനെതിരെ ഉള്ളതും ആരോഗ്യ മേഖലക്കെതിരെ ഉള്ളതും ഒരു ആസൂത്രിതമായിട്ടുള്ള ഒരു ആക്രമണമാണ്, ഒരു അജണ്ട സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ആക്രമണമാണ് എന്നുള്ളതാണ്. പക്ഷേ അത് ഒട്ടും അർഹിക്കാത്ത വിധം വലിയ ആരോപണങ്ങളും ആക്ഷേപങ്ങളും, അതായത് ഈ സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും ആക്ഷേപങ്ങൾ ഏൽക്കുന്ന വകുപ്പായിട്ട് ആരോഗ്യ വകുപ്പും വീണ ജോർജ് മന്ത്രിയും മാറുകയാണ്. അപ്പൊ അന്നത്തെ വലിയ മനപ്രയാസം ഉണ്ടാവില്ലേ ഇങ്ങനെല്ലാം ചെയ്തിട്ട്? അല്ലെ, കള്ളം പറഞ്ഞിരിക്കുമ്പോ സത്യം സംസാരിക്കപ്പെടാത്തപ്പം തീർച്ചയായിട്ടും വിഷമം ഉണ്ടാകാറുണ്ട്. കാരണം കള്ളം ആണല്ലോ പ്രചരിക്കുന്നത്. ഇതൊരു അജണ്ടയാണ്. ആ അജണ്ട എന്താണ്? സർക്കാർ ആശുപത്രികളിൽ നിന്ന് ആളുകളെ മറ്റിടങ്ങളിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം, ആഗോള കുത്തകകൾ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ നടത്തി കഴിഞ്ഞു. വലിയ ആശുപത്രികളിലേക്ക്, പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ അവിടേക്ക് ആളുകളെ കൊണ്ടുപോകാന്നുള്ളൊരു കൃത്യമായ അജണ്ട ഇതിന്റെ പിന്നിലുണ്ട്. അവർക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം എന്താണ്? സർക്കാർ ആശുപത്രികൾ തകർന്നു എന്നുള്ളത് വരുത്തി തീർക്കുകയാണ്. ഇങ്ങനെ ആക്ഷേപം അല്ലാതെ വരുമ്പോൾ മനോവിഷമം തീർച്ചയായിട്ടും ഉണ്ടാവും. തീർച്ചയായിട്ടും. കാരണം സത്യം സംസാരിക്കപ്പെടുന്നില്ലല്ലോ. സത്യം സംസാരിക്കാത്തപ്പോൾ വലിയ രീതിയിൽ വിഷമം ഉണ്ടാകും. വ്യക്തിപരമായി ഒരു വേട്ടയാടൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, നമ്മളെ ഒന്നിച്ച് ജോലി ചെയ്യുന്ന സമയത്ത് വീണ ബുള്ളറ്റിൻ വായിച്ച് അവിടുത്തെ ജോലി തീർത്ത് പെട്ടെന്ന് മക്കളെയും കൊണ്ട് സ്കൂളിൽ നിന്ന് കൊണ്ട് വീട്ടിൽ കൊണ്ട് തിരിച്ചു വന്ന് 2 ചെറിയ കുട്ടികൾ. അപ്പൊ അവര് ഈ കാലത്ത് എന്താ വളർന്നത്? അപ്പൊ ഈ ഇത്രയും വലിയ പണിക്കിടയിലാണ് ഈ വ്യക്തിപരമായുള്ള കാര്യങ്ങൾ കൂടെ നോക്കേണ്ടി വരുന്നത്. അപ്പോൾ ഈ ആക്ഷേപം കൂടെ വരികയാണ്. അപ്പൊ ആരാ കൂടെ നിൽക്കുക? സർക്കാർ നല്ല പിന്തുണ നൽകിയോ? തീർച്ചയായിട്ടും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും, അതുപോലെ സർക്കാർ തലത്തിൽ, പാർട്ടി തലത്തിലും മുന്നണി തലത്തിലും നല്ല ശക്തമായിട്ടുള്ള പിന്തുണയുണ്ടായി. എന്നിരുന്നാൽ പോലും ഒരു അതിര് കടന്നുള്ള ഒരു എല്ലാ പരിധികളെയും ലംഘിച്ചുള്ള ആക്രമണങ്ങൾ, ആക്ഷേപങ്ങൾ, അധിക്ഷേപങ്ങൾ അത് ഏൽക്കേണ്ടി വരുന്നത് അത് ഒരു കൃത്യ അജണ്ടയാണ്. ആ അജണ്ടയിലൂടെ അവർ ലക്ഷ്യം വെച്ചത് കേരളത്തിന്റെ ആരോഗ്യ മേഖലയാണ്. ആരോഗ്യ മേഖലയെ തകർക്കുക എന്നുള്ളൊരു ലക്ഷ്യം തന്നെയാണ്. പക്ഷെ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായിട്ടും സന്തോഷം, അഭിമാനമുള്ളൊരു കാര്യമാണ്. ഒരു കാര്യമുള്ളൂ, സത്യം മാത്രമേ ജയിക്കുള്ളൂ. അവസാന ഭാഗത്താവുമ്പോ ഫിസിക്കലായിട്ടുള്ള ഒരു എന്നുവെച്ചാൽ അവരെ ആക്രമണമാണോ അല്ലയോ എന്നുള്ള കാര്യം തർക്കമാണ്. പക്ഷേ എന്തായാലും ശരീരം വേദനിച്ചു എന്നൊരു വസ്തുതയാണ്, എല്ലാവർക്കും അറിയാം. ഒരു പരിക്ക് പറ്റി എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അപ്പൊ അവിടം വരെ എത്തുമ്പോ എന്താ തോന്നുന്നത്? ശരിക്കും എന്താ തോന്നിയത്? അന്ന് മുഖ്യമന്ത്രിയെ വിളിച്ചപ്പോ എന്താ മുഖ്യമന്ത്രി പറഞ്ഞത്? ശരിക്കും ഈ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞാൻ എത്തുന്നതിന് മുൻപ്, അതിന് 2-3 കുറച്ച് ദിവസം മുൻപാണല്ലോ, ഈ വീട്ടിൽ കൊണ്ടുവന്ന മുഖം കറുപ്പിക്കുമെന്നുള്ളത് പറഞ്ഞു. അതിനു മുമ്പ് വീട്ടിൽ റീത്ത് കൊണ്ടുവച്ചു. ഗേറ്റ് തല്ലി, അതെ, ഗേറ്റ് തല്ലി പൊളിച്ച് വന്നിട്ട് അകത്ത് റീത്ത് കൊണ്ടുവെക്കുക. നമ്മൾ മൃതദേഹത്തിലാണ് റീത്ത് കൊണ്ടുവെക്കുക. അപ്പൊ നമ്മൾ കുടുംബമായി താമസിക്കുന്ന ഒരു വീട്ടിൽ കൊണ്ടുവന്നിട്ട് റീത്ത് വെക്കുക എന്നുള്ളത്. അതിനുശേഷം തുടരെയായിട്ട് ഇപ്പോൾ വയനാട്ടിൽ നിന്ന് പറയാണ്, നിന്റെ മുഖം ഞങ്ങൾ കറുപ്പിക്കും എന്ന് പറയാണ്. നിരന്തരമായി മറ്റ് പ്രതിഷേധങ്ങളുണ്ടാവും. ഞാൻ ആ കരിങ്കൊടി പ്രതിഷേധങ്ങളെയൊക്കെ ഞാൻ സ്വാഗതം, എന്ന് വെച്ചാൽ അത് ജനാധിപത്യത്തിന്റെ ഭാഗമാണല്ലോ, അവർക്ക് അതിനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് അത് ആ നിലയിൽ അവർ ചെയ്യട്ടെ എന്നുള്ളത് തന്നെ ആണ്. അവർ ചെയ്യാനുള്ള അവകാശമുണ്ട്. പക്ഷേ ഇപ്പോൾ അവിടെ നിന്ന് ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്ന് പോകുമ്പോൾ
പോലീസിന്റെ വലയം ഭേദിച്ച് തന്നെ ഒരാൾ അവിടേക്ക് വരികയാണ്. വന്നിട്ട് അവിടെ ഭയങ്കര ഉന്തും തള്ളും ഇതുമുണ്ടായി. അപ്പോൾ അതിൽ എനിക്ക് എൻ്റെ ദേഹം വേദനിച്ചെന്ന് വെച്ചാൽ എനിക്ക് അതിന് തക്കവണ്ണമുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി. അപ്പോൾ അതിൽ കൃത്യമായിട്ടുള്ള, പക്ഷെ അതിലും ആക്ഷേപം, തെറ്റായിട്ടുള്ള പ്രചരണങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യമുണ്ട്. വീട്ടില് കുട്ടികളൊക്കെ ഈ 10 വർഷക്കാലത്ത് വീണ കുട്ടികളെ ചെറിയ കാലത്ത് വീണ സേഫ് ആയിട്ടുള്ള ജോലി ചെയ്യുന്ന ഒരാളാണ്. വരുന്നു പോകുന്നു, ജോലി ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ പിന്നീട് ഈ രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോഴാണല്ലേ കുട്ടികൾ വളർന്നത്, സ്കൂളിൽ പോകും മറ്റൊക്കെ ചെയ്യുന്നത്. ഈ സംഭവം വരെയൊക്കെ എത്തുമ്പോൾ അവർ വലിയ പാനിക്കായിട്ടുണ്ടാവില്ല, അവർക്ക് വലിയ പ്രയാസമായിട്ടുണ്ടാവില്ല. തീർച്ചയായിട്ടും കുടുംബത്തിനാകെ. തീർച്ചയായിട്ടും. അതില് എൻ്റെ ഒപ്പമുള്ള ഒരു സ്റ്റാഫ് ഞാനന്ന് കണ്ണൂർ ആയതുകൊണ്ട് മക്കള് തിരുവനന്തപുരത്തായിരുന്നു. അപ്പോൾ വീട്ടില് എല്ലാം ഓഫ് ചെയ്തു, TV, ഫോൺ എല്ലാം ഓഫ് ചെയ്തു. കാരണം അമ്മയ്ക്ക് ദൂരെ ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നതെന്ന് മക്കൾ കാണുമ്പോഴുള്ള ഒരു സാഹചര്യം അത് വളരെ വളരെ അവർ പറഞ്ഞത് ഭയങ്കര ഭീകരമായ ഒരു അവസ്ഥയാണ്. കാരണം ഈ കുഞ്ഞുങ്ങൾ അവർക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് അറിഞ്ഞൂടാ, അവർ കടന്നു പോകുന്ന വിഷമം. എൻ്റെ മോള് കുറച്ചുകൂടി മുതിർന്ന എന്ന് വെച്ചാൽ ഇപ്പൊ 3-ാം വർഷമാണ് എഞ്ചിനീയറിംഗ് പഠിക്കുന്നത്. അപ്പോൾ എന്നാലും ചെറിയ കുട്ടിയാണ് ന്യൂസ് റൂമിൽ വന്നിട്ട് ഉറങ്ങുമായിരുന്നു. ഓർമ്മയുണ്ട്, അതായത് വീണ വന്ന് ബുള്ളറ്റും വായിക്കുമ്പോൾ അവിടെ സൈഡിലിരുന്ന് കിടന്നുറങ്ങുമായിരുന്നു ശാന്തയായിട്ട്. എന്നിട്ട് വീണ വീട്ടിൽ കൊണ്ടുപോയി ആക്കിയിട്ട് തിരിച്ചു വരണം. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ അപ്പൊ അവർ അതിൽ കൂടുതൽ വളരുന്ന, അവരുടെ കാര്യത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് ഒരു കാലമാകുമ്പോഴേക്ക് വീണ രാഷ്ട്രീയത്തിൽ തിരക്കിലായി. പിന്നെ ഈ പ്രശ്നത്തിലേക്കൊക്കെ വന്ന് ബുദ്ധിമുട്ടാണ്. അവർ പക്ഷേ അവർക്ക് മനസ്സിലാവും ഈ കാര്യങ്ങളൊക്കെ, അല്ലേ? തീർച്ചയായിട്ടും മനസ്സിലാവും. അപ്പം ഇതില് തന്നെ ഈ ഒരു വിഷയം ഉണ്ടായപ്പോഴും പിന്നെ അവർ വല്ലാതെ വിഷമിച്ചു. പക്ഷെ അവരൊരു അമ്മ തളർന്നു പോവല്ലേ എന്ന് എപ്പോഴും പറയുന്നൊരു നിലയിലേക്ക് കൂടി ഇതൊക്കെ കൊണ്ട് മത്സരിക്കണ്ടായിരുന്നു എന്നൊരു തോന്നൽ വീണിട്ടുണ്ടായിരുന്നു മനസ്സിൽ. അങ്ങനെയല്ല. ഇപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആറന്മുള നിയോജക മണ്ഡലത്തിൽ നമ്മൾ ഏറ്റെടുത്ത കാര്യങ്ങളൊക്കെ തന്നെ ഏതാണ്ട് പൂർത്തിയായി. ഇപ്പൊ ജില്ലാ സ്റ്റേഡിയം നമ്മൾ പോകുന്ന എല്ലാം ആറന്മുളയിലെ റോഡുകൾ ഇതാണ്. നമ്മൾ ടൗണിലേക്ക് കയറാൻ പോകുന്നു, ടൗണിലായി. അപ്പോൾ ജില്ലാ സ്റ്റേഡിയം ഇവിടെ 20 വർഷമായിട്ട് കംപ്ലീറ്റ് ചെയ്യില്ല എന്നുള്ളതാണ് UDF പ്രധാനപ്പെട്ട ആരോപണം. ഇത് സ്റ്റേഡിയം അനുവദിച്ചില്ല തുടങ്ങാൻ. അന്ന് UDF ആണ് പത്തനംതിട്ടയിലെ ഭരണസമിതി. ഓരോ പാർലമെന്റ് ഇലക്ഷന് തൊട്ട് മുൻപും ഇവിടെ നിർമ്മാണോദ്ഘാടനം നടക്കും, പക്ഷെ ഒരു തൂണ് പോലും അവിടെ വെച്ചില്ല. അങ്ങനെ പ്രോജക്റ്റുകളെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ. കംപ്ലീറ്റ് ചെയ്താൽ ഒരു എനിക്ക് തോന്നുന്നു എല്ലാ ജില്ലകളിലും വെച്ച് നോക്കിയാൽ ഏറ്റവും മികച്ച സംവിധാനം. നമുക്ക് ഗാലറി ഉണ്ട്, അതുപോലെ സിന്തറ്റിക് ട്രാക്ക് 9 ലൈൻ സിന്തറ്റിക് ട്രാക്ക് ഉണ്ട്, നീന്തൽക്കുളമുണ്ട്. ഞാൻ മന്ത്രി ആയതുകൊണ്ട് ഇങ്ങനെ ചെയ്യാനായല്ലോ എന്ന് തോന്നിയ സന്തോഷമുള്ള കാര്യം എന്താ? അതിലൊരു പ്രോജക്റ്റ് എന്നുള്ള നിലയിൽ എനിക്ക് ഏറ്റവും സന്തോഷം നൽകുന്നത് അപൂർവ രോഗ ബാധിച്ച കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു സൗജന്യ ചികിത്സാ പദ്ധതി തുടങ്ങി, കെയർ. അപ്പോൾ ഇതിലൊരു പദ്ധതി ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് SMA ക്ലിനിക്ക് ആരംഭിച്ചു SITയിൽ. അപ്പോൾ അതിൽ തന്നെ കുഞ്ഞുങ്ങൾ നടക്കാത്ത കുഞ്ഞുങ്ങൾ നടന്നു പോകുന്നു. അതോടൊപ്പം തന്നെ പ്രിവെന്റീവായിട്ട് തന്നെ നമ്മൾ മെഡിസിൻസ് കൊടുക്കാനായിട്ട് ആരംഭിച്ചു. അപ്പോൾ ആ നിലയിൽ ആ കെയർ പ്രോജക്റ്റ് എനിക്ക് വലിയ രീതിയിൽ മനസ്സിന് ആശ്വാസം നൽകുന്നതാണ്. പിന്നെ മണ്ഡലത്തെ സംബന്ധിച്ചാണെങ്കിൽ കുന്നം എന്ന് പറഞ്ഞൊരു പ്രദേശമുണ്ട്. അപ്പോൾ ഈ തെങ്ങിന്റെയൊക്കെ മുകളിൽ അതിലേക്ക് വെള്ളം ആയി, അതിന് മുകളിൽ വെള്ളമായി. അപ്പൊ ഈ കുന്നം ഇച്ചിരി ഉയർന്ന പ്രദേശമാണ്, പക്ഷെ ഒറ്റപ്പെട്ടു പോയി. അതൊരു ഉന്നതിയാണ്. അവിടെ ഭക്ഷണം, അരി, മറ്റു സാധനങ്ങളൊന്നുമില്ല. വെളിച്ചെണ്ണ, മണ്ണെണ്ണ അങ്ങനെയുള്ളതൊന്നുമില്ല. കാരണം കറണ്ട് എല്ലാം പോയല്ലോ. അപ്പൊ വെളിച്ചവുമില്ല. അപ്പൊ അവിടെയുള്ള ഒരു അജയൻ ചേട്ടൻ, അദ്ദേഹം ഒരു സ്പീഡ് ബോട്ട് എറണാകുളത്തു നിന്ന് കൊണ്ടുവന്നു. എന്നോട് ചോദിച്ചു ധൈര്യമുണ്ടോ കയറാനെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ധൈര്യമുണ്ട്, കയറുകയാണ്. കാരണം സാധനങ്ങൾ കൊണ്ടുപോകണമല്ലോ. അപ്പൊ ഈ ബോട്ട് മുന്നോട്ട് പോയി നടുക്കി എന്നപ്പം നിന്നുപോയി. അപ്പൊ നമ്മൾ അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഉയർന്ന തെങ്ങിനേക്കാൾ മുകളിലാണ്. അപ്പൊ നമുക്ക് തെങ്ങിന്റെ ഒക്കെ അറ്റം കാണാം. അപ്പൊ അജയൻ ചേട്ടൻ പറയുന്നുണ്ട്, പേടിക്കണ്ട, ഞാൻ സുരക്ഷിതമായിട്ട് എത്തിക്കും. അപ്പോഴേക്കും ഈ ഇൻഫർമേഷൻ പോയിട്ട് ഹെലികോപ്റ്റർ വന്ന് നോക്കുന്നുണ്ട് നമുക്ക് എന്ത് സംഭവിക്കും. എങ്ങനെയോ എൻജിൻ വീണ്ടും കുറച്ചു നേരത്തെ പരിശ്രമത്തിന് ശേഷം, പക്ഷെ ആ ഒരു സമയം ഭയങ്കര മനസ്സിൽ നിന്ന് ആ ഒരു ഭയമുണ്ടല്ലോ. ഒന്നാമത് വെള്ളം അറിയാതെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ വീണ ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷ നേതാക്കൾ എല്ലാവരും വളരെ മോശക്കാരെന്ന് പറയല്ലോ. സ്വാഭാവികമായിട്ടും അവരുടെയും ഒരു പിന്തുണ പരസ്യമായിട്ടല്ലെങ്കിലും വാക്കാല് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത്രമാത്രം പ്രവർത്തിക്കുന്ന ഒരാളെ കംപ്ലീറ്റ് ആയിട്ട് തള്ളിക്കളയുക എന്നുള്ള അവരുടെ ഭാഗത്തുണ്ടാവില്ല. അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും ഒരു സന്ദർഭം ഓർമ്മയുണ്ടോ? ഒരുപാട് പ്രതിപക്ഷത്തെ ഒരുപാട് നേതാക്കൾ അങ്ങനെ MLA മാർ അങ്ങനെ കാര്യങ്ങൾ പറയാറുണ്ട്. മഞ്ചേശ്വരം MLA ശ്രീ അഷ്റഫ് അദ്ദേഹം അന്ന് പറഞ്ഞു, മംഗൽവാടിയുടെ മഞ്ചേശ്വരത്തിന്റെ ചരിത്രത്തിലെ ഇത്ര 45-50 വർഷത്തെ ചരിത്രത്തിലെ ആരോഗ്യ മേഖലയിൽ ഏറ്റവും വലിയ വികസന പ്രവർത്തനമാണ്
സാധ്യമാക്കിയിട്ടുള്ളത്. തുറന്നു പറഞ്ഞു, തുറന്നു പറഞ്ഞു. അദ്ദേഹം പരസ്യമായിട്ട് പ്രസംഗിച്ചു. പിന്നെ അല്ലാതെ ഫോണിൽ വിളിച്ച് ആളുകള് പറയാറുണ്ട്. പരസ്യമായിട്ട് പറയില്ലെങ്കിലും ആളുകൾ നേരിട്ട് പറയും. അപ്പൊ അങ്ങനെ പറയുന്നവരുണ്ട്. അങ്ങനെ പറയാത്ത ഒരു നേതാവും ഉണ്ട്. അങ്ങനൊന്നും പ്രതിപക്ഷ നേതാവ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ബാക്കി എല്ലാവരും വളരെ പ്രതിപക്ഷ നേതാവുമായിട്ട് ശരിക്കും പ്രതിപക്ഷ നേതാവ് ഒരിക്കൽ പോലും നല്ല കാര്യങ്ങളായിട്ട് സംസാരിക്കില്ല. സഭയിലൊക്കെ എപ്പോഴും എതിർക്കുന്നതാണ്. ഇതില് ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ 2 ടേം പൂർത്തിയാക്കി 3ാം ടേമിലേക്ക് പോകുന്നതാണ് CPM-മാരും ഇടതുപക്ഷക്കാരും പറയുന്നത്. ഇത്തവണ കിട്ടില്ല എന്ന് പ്രതിപക്ഷവും പറയുന്നത്. മുഖ്യമന്ത്രി എങ്ങനെയാ വിലയിരുത്തുക? വീണയുടെ ഈ കപ്പൽ ആടി ഉലയുകയില്ല സാർ എന്നുള്ളത് വലിയ CPM-മാർ വലിയ സന്തോഷത്തോടെയും എതിരാളികൾ വലിയ അറിയിച്ചുകൊണ്ടും പറയാറുണ്ട്. എന്താ പിണറായിയെ പറ്റിയിട്ട് അടുത്തുനിന്ന് കണ്ടപ്പോ, ഒരു മന്ത്രി എന്ന നിലയിൽ മുഖ്യമന്ത്രിയെ കണ്ടപ്പോ എന്താ അദ്ദേഹത്തിന് സവിശേഷതയായിട്ട് തോന്നുന്നത്? സീമനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യപക്ഷത്ത് നിന്നുകൊണ്ട് നീതി ചെയ്യുന്ന ഒരു ഭരണാധികാരിയാണ്. അതിലെപ്പോഴും അതുകൊണ്ട് വളരെ സ്ട്രെയിറ്റ് ആയിട്ടാണ് നമ്മളുടെ ഓരോ കാര്യങ്ങളും ഇങ്ങനെയാണ്, അതൊരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് അത് പോകുന്നത്. അത് നമ്മളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം, ആ ടീമിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ 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 ഒരു വലിയ കരുത്തും ധൈര്യവുമാണ്. ചായ കുടിച്ചാലോ? രണ്ട് ചായ, ഒരു വിത്തൗട്ട്. വിത്തൗട്ടാ? അല്ല, മധുരം ഇട്ടാലും കുഴപ്പമില്ല. എനിക്ക് വിത്തൗട്ട്. അതുപോലെ നമ്മൾ നേരത്തെ പ്രൊജക്ടിനെ പറ്റി പറഞ്ഞെങ്കിലും വീണ, അതായത് ഞാൻ എല്ലാ രാഷ്ട്രീയ നേതാക്കളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതായത് അവർ വ്യക്തിപരമായിട്ട് ഇടപെട്ടിട്ട് അവർക്ക് വ്യക്തിപരമായിട്ട് ചില സന്തോഷം കിട്ടിയ ചില കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അതിൽ വീണ ഈ 10 വർഷക്കാലത്ത് എടുത്താൽ, മന്ത്രിയുടെ കാര്യം മാത്രമല്ല, ഈ 10 വർഷക്കാലം എടുത്താൽ എന്താണ് ഏറ്റവും മനസ്സിൽ നിൽക്കുന്ന ഒരു കാര്യം? ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതില് ഇപ്പം ഏറ്റവും ഒടുവിൽ പറയാൻ പോകുന്നത് ഒരു ഉന്നതിയെ സംബന്ധിച്ചാണ്. ഒരു തെറ്റുപാറ എന്നൊരു പ്രദേശമുണ്ട്. 100 വർഷമായിട്ട് അവര് തലമുറകളായിട്ട് അവിടെ ഭൂമിയിൽ താമസിക്കുകയാണ്. പക്ഷെ ഒരു അവകാശവും ഇല്ല. ഈ കഴിഞ്ഞ വർഷം അവർക്ക് പട്ടയം കൊടുക്കാൻ സാധിച്ചു. അവിടുത്തെ 5ാമത്തെ തലമുറയിൽ ഒരു കുഞ്ഞു മകൾ ഇത്രയേ ഉള്ളൂ. ആ പട്ടയം ഇവിടെ നമ്മൾ പത്തനംതിട്ടയിൽ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചാൽ കൊടുക്കും. ആ നിമിഷം ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം അതിവൈകാരികമായിട്ട് അവർ പ്രതികരിച്ചു, കരഞ്ഞ്. ഇപ്പൊ ഞാൻ ഇന്നലെ അവിടെ പോയിരുന്നു. അപ്പൊ അതേപോലെ തന്നെയാണ് അവർ പ്രതികരിക്കുന്നത്. കാരണം ഭൂമിക്ക് മേൽ അവകാശം ഇല്ലാതെ 100 വർഷം 5 തലമുറ അവിടെ ജീവിക്കുക, അതിനുശേഷം അവർക്ക് പട്ടയം കിട്ടുക എന്നുള്ളത് അതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. അതുപോലെ തന്നെയാണ് വെള്ളം. അപ്പം മുൻ MLA ഒരിക്കൽ കഴിഞ്ഞ 2016 വോട്ട് ചോദിച്ച് എന്നപ്പോൾ വെള്ളമില്ല എന്ന് പറഞ്ഞു അത് പഞ്ചായത്തിനോട് പറയണം. അപ്പോൾ അവര് പറഞ്ഞു, അല്ല ഞങ്ങൾക്ക് MLA ചെയ്തു തരണമെന്നോ, അങ്ങനെയാണ് എനിക്ക് നിങ്ങളുടെ വോട്ട് വേണ്ടാന്നോ. ഞാൻ ചെന്നപ്പോൾ എന്നോട് ഞാൻ പറഞ്ഞു ചേനംചിറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ ആദ്യത്തെ ഇതിൽ ഞാൻ ജയിക്കുവാണെങ്കിൽ ഞാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞു. അവിടെ ആദ്യ പ്രോജക്റ്റായിട്ട് കുടിവെള്ളം കൊടുത്തു. ഇന്നും ആ പൈപ്പിലൂടെ വെള്ളം അവരുപയോഗിക്കുന്നു. അതുപോലെ എനിക്കൊരു ഉയർന്ന 2 പഞ്ചായത്തുകളാണ്, കുറച്ച് നാരങ്ങാനം, തോട്ടപ്പുഴശ്ശേരി, കുറച്ച് ഉയർന്ന പ്രദേശങ്ങളാണ്. അവിടെയും കുടിവെള്ള പദ്ധതികൾ, ചെറിയ കുടിവെള്ള പദ്ധതികൾ കൊടുക്കുമ്പോൾ അവര് ഉദ്ഘാടനം ചെയ്തത് ടാപ്പിലൂടെ വന്ന വെള്ളം ഗ്ലാസ്സിലെടുത്ത് തന്ന് അത് കുടിച്ചുകൊണ്ടാണ്. അപ്പൊ അതൊക്കെ എപ്പോഴും മനസ്സിൽ മായായി നിൽക്കുന്ന. പിന്നെ വ്യക്തിപരമായി ഒരുപാട് അനുഭവങ്ങൾ പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ കൂടുതലായിട്ടും ഈ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ടും ക്യാൻസർ രോഗികളുമായിട്ട് ബന്ധപ്പെട്ടും അവരുടെ കുടുംബങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും കുഞ്ഞുങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ വ്യക്തിപരമായി ഒരുപാട് അനുഭവങ്ങളുണ്ട്. പിന്നെ വീടുകൾ, അങ്ങനെയൊക്കെയുള്ള. ഞാനിപ്പോ തന്നെ ഒരുപാട് സമയം എടുത്തു. ഇനിയിപ്പോ ഒരുപാട് പ്രചാരണ പരിപാടികളിലേക്ക് പോകേണ്ടതാണ്. അപ്പോൾ പിന്നെ എന്റെ സഹപ്രവർത്തക കൂടി ആയത് സുഹൃത്താണ്. അതുകൊണ്ട് വിജയാശംസകൾ നേരുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. വിജയാശംസകൾ. അബിൻ വർഗി എന്റെ സുഹൃത്താണ്. അബിൻ വർഗി നല്ല നേതാവായിട്ട് വിചാരിക്കുന്ന ആളാണ്. പക്ഷെ എന്നാലും വിജയാശംസകൾ.